സോ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലോന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 364 365 ആണ്. ഇത് കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ മുതൽ അങ്ങോട്ട് ഫുൾ ഫൈറ്റ് ആണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഫൈറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്തു. കാരണം കുറെ അധികം കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ പേജ് സബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അതേപോലെ തന്നെ ബ്ലാക്ക് ക്ലോർ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, എങ്കിലേ ഇതിന്റെ റീച്ച് ഒക്കെ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ലാതെ ഈ വീഡിയോക്ക് ഞാൻ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 850 ലൈക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ എല്ലാവരും കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്തായാലും അത്രയും ലൈക്സ് നിങ്ങൾ എനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്തായാലും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നമ്മളുടെ വിജയിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനമായിരിക്കും അത്. അപ്പൊ നമ്മുടെ നാച്ച് പറയുന്നുണ്ട്, ലൂഷ്യസ് ആദ്യം തന്നെ ആസ്റ്റനെ കൊല്ലാനാണ് ശ്രമിച്ചത്. അതിനർത്ഥം ആസ്റ്റ അവനൊരു ത്രെറ്റ് തന്നെയാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിവിടെ സക്സീഡ് ചെയ്യണം. ആസ്റ്റനെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. അതിനു മുമ്പ് ആദ്യം ഇവനെ പിടിച്ചു നിർത്തണം. പക്ഷെ ഇവനൊട്ടും നിസാരക്കാരനല്ല. ഒരു സുപ്രീം ഡെവിലിനെ കണ്ട് സ്ട്രോങ്ങർ ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പോണന്റ്. ഗൈസ്, നിങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് ഇവിടെ ഡിഫെൻഡ് ചെയ്തെന്ന് പറയാൻ നേരത്തെ തന്നെ നമ്മുടെ ഗോൾഡൻ ഹെൻറി അവരുടെ മാജിക് അബ്സോർഷൻ യൂസ് ചെയ്ത് നമ്മുടെ കീറയുടെ സ്കെയിൽ മാജിക് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു പവർ യൂസ് ചെയ്യും. ബേസിക്കലി അതൊരു വാളാണ്. എന്നിട്ട് അവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലാക്ക് ബുൾസിന്റെ ഒരു കെട്ടിടം രണ്ടായിട്ട് തന്നെ പിളർന്നു പോകും. ഒരു സോഡ് ഇല്ലെങ്കിൽ അവിടെ സ്കെയിൽസിന് പവർ ഇല്ല. പക്ഷെ അവിടെ സ്കെയിൽസ് ആണ് ഇല്ലെങ്കിൽ സോഡ് എന്ന് പറയുന്നത് വയലൻസിന്റെ ഒരു അടിത്തറ തന്നെയാണ്. അതായത് സ്കെയിൽ മാജിക് വേണ്ട എനിക്ക് നിന്നെയൊക്കെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമ്മുടെ നാച്ചും പുള്ളിക്കാരന്റെ ആ ഷാഡോ ആർമിയും കൂടെ നേരെ ആ പാലാഡിൻ ആർമിയുടെ നേരെ പോകുന്നുണ്ട്. അത് മാത്രമല്ല ബ്ലാക്ക് ബുൾസും അവിടെ ബാക്കപ്പിനായിട്ട് വരുന്നുണ്ട്. എന്നാൽ പാലാഡിൻസിന്റെ ഫ്രണ്ട് അത് ഒട്ടും തന്നെ അഡ്വാൻറ്റേജ് അല്ലായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വൂണ്ട് കിട്ടുന്നുണ്ട്. എങ്കിലും ബാക്കിയുള്ളവർ അവിടെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ സോറ നേരെ പോയി നമ്മുടെ കീറനെ അറ്റാക്കിങ് ചെയ്യും. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും വട്ടുണ്ടോ? എന്തായാലും ഇവർ ചാകുന്ന ഉറപ്പാണ്. ഇവരെന്തായാലും മരിക്കും എന്റെ കൈ കൊണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ വരുന്നത്? ആ പെണ്ണിന്റെ റീസ്റ്റോറേഷൻ ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ അവന്റെ മാജിക് കൊണ്ട് അവളുടെ കുറെ കോപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നീ ആണല്ലേ ദി റിയൽ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കീറ ഒരു ആടിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുവാണ്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഗ്രേ ആയിരുന്നു. ഗ്രേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്ത് പെട്ടെന്ന് ഘോഷിന്റെ ആ ഒരു കണ്ണാടി അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അടുത്ത അറ്റാക്കിന് മുമ്പ് തന്നെ ഘോഷ് അവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ഒരു അറ്റാക്ക് കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടെ നേരം ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. അതേ സമയത്താകട്ടെ നമ്മുടെ ഘോഷും ഗ്രേയും ചോരയിൽ കുളിച്ച് താഴത്തേക്ക് വീണിട്ടുണ്ട്. എല്ലാം അങ്ങനെ കഴിഞ്ഞിരിക്കുവാണ്. റിയുവിന്റെ ഫേസ് കണ്ടപ്പോൾ ആസ്റ്റയ്ക്ക് ആദ്യം റിയു അവിടെ എന്ത് പറ്റി, അവർക്ക് എല്ലാവർക്കും എന്ത് പറ്റി, എന്താണ് അവർ വരാത്തത്? പെട്ടെന്ന് നമ്മുടെ നെറോ പുള്ളിക്കാരുടെ സീലിംഗ് മാജിക് യൂസ് ചെയ്യുന്നുണ്ട്. ആ മാജിക് യൂസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും തന്നെ ചോരയിൽ കുളിച്ച് അവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേക്കും. എന്റെ സീലിംഗ് മാജിക് കൊണ്ട് അവരുടെ വൂൺസും അവരുടെ പെയിനും മാത്രമേ എനിക്ക് സീൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അവരുടെ വൂൺസ് എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല ഇവിടെ ഞാൻ വീണ് കഴിഞ്ഞാൽ അതെല്ലാം അണ്ടണ്ടാകും. അതുകൊണ്ട് അത് അവർക്ക് വലിയ പ്രശ്നമായിട്ട് മാറും. ഇതേസമയം നമ്മുടെ ഗ്രേഡിയും ക്വസ്റ്റിന്റെ കാര്യം കുറച്ചധികം സീരിയസ് ആണ്. അവർക്ക് ഒട്ടും തന്നെ വില അവർ ചോരയൊക്കെ വാർന്നുകൊണ്ട് അവിടെ കിടക്കുവാണ്. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. ഇതെല്ലാം കാണുന്ന ചാർമിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ ഫോക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. നേരോ ഗോർഡൻ ഹെൻറി, നിങ്ങൾ ബാക്കിൽ തന്നെ നിന്നാൽ മതി, ബാക്കിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് ചെയ്താൽ മാത്രമേ. അങ്ങനെ നമ്മുടെ ചാർമി ആ രണ്ട് പാലഡൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് സപ്പോർട്ടായിട്ട് തന്നെ പുള്ളിക്കാരുടെ ഫോക്സിന് വേണ്ടി നമ്മുടെ നാച്ചി ഷാഡോ ഫോക്സിനെ ക്രിയേറ്റ് ചെയ്യും. സോറയും മാഗ്നയും ലക്കും എല്ലാവരും നിർത്താതെ തന്നെ നമ്മുടെ കീറനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യം എന്നാൽ പുള്ളിക്കാരനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ സമയം കളയുമല്ലേ? എനിക്കിപ്പോൾ എല്ലാ കാര്യം മനസ്സിലായത്. ഇനി എന്തായാലും ഞാൻ സീരിയസ് ആകാൻ പോകുന്ന പറയുന്നിടത്ത് തന്നെ ചാർമി പെട്ടെന്ന് കുറെ അറ്റാക്സ് പുള്ളിക്കാരുടെ മേത്ത് വന്ന് ചോര കുളിച്ച് നേരെ താഴത്തേക്ക് വീഴും. സോറ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കീറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മാസ്റ്റർ ലൂഷ്യസ് കുറച്ചധികം പാലഡൈൻസിന് സെക്കൻഡ് ടൈപ്പ് ഓഫ് മാജിക് കൊടുത്തിട്ടുണ്ട്. അതൊരു സുപ്രീം ഡെവിലിന്റെ മാജിക് പ്യൂരിഫൈ ചെയ്ത വേർഷനാണ്. അങ്ങനെ എനിക്ക് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അറ്റ്മോസ്ഫിയർ മാജിക് ആണ്. എനിക്ക് ചുറ്റും ഒരു ഇൻവിസിബിൾ ആയുള്ള പവേഴ്സ് ഉണ്ട്. നിങ്ങളെ എല്ലാവരും ആ പവേഴ്സ് ജഡ്ജ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ നാച്ചിന്റെ രണ്ട് ഷാഡോ ഫോക്സും പുള്ളിക്കാരൻ ചോരയിൽ കുളിച്ച് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നേരോയ്ക്ക് വട്ടാകും. കഴിഞ്ഞ 500 വർഷമായിട്ട് ഒരു ഫോർബിഡൻ മാജിക് യൂസ് ചെയ്ത് ഒരു മനുഷ്യനെ പോലും അല്ലാതെ ഞാൻ ജീവിച്ചു എൻ്റെ മിഷന് വേണ്ടി. അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് എൻ്റെ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ മരിക്കാനാണ് തീരുമാനിച്ചത്. ഫ്രണ്ട്സില്ലാത്ത ലോകത്തിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് അതങ്ങനെയൊന്നും അല്ല. പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ബുൾസിലെ എല്ലാവരുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് വരുന്നു. എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ആപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നെ രക്ഷിച്ച ഓരോ കൂട്ടുകാർക്കും ഇപ്പൊ വളരെ വലിയ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരെല്ലാവരും ആ റിച്ചിലുള്ള സ്ഥലത്തേക്ക് വീഴുന്നുണ്ട്. നമ്മുടെ വനീസായിട്ട് നേരെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളെ അവൻ ഡിഫീറ്റ് ചെയ്യും. നെറോയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ വളരെയധികം സങ്കടത്തോടെ കീറയുടെ ഫ്രണ്ടിൽ കിടക്കുവാണ്.
ഇതെല്ലാം നിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തിനാണ് വീണ്ടും ജീവിച്ചത്? എനിക്ക് എന്തിനാണ് വീണ്ടും കൂട്ടുകാരെ കിട്ടിയത്? എല്ലാം ഇതിനു വേണ്ടിയായിരുന്നോ? ഇതെല്ലാം നീ കാരണമാണ്. നീ ഇവിടേക്ക് വരാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല ആസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് നേരോ ആസ്റ്റനെ വിളിച്ചുകൊണ്ട് കിടന്ന് കാറുമാണ്. അപ്പൊ കീറ പറയുന്നുണ്ട്, അവസാനം എത്തി, നിങ്ങൾക്കിനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് ആസ്റ്റ നമ്മുടെ നേരോടെ തലയിൽ വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും. നേരോ പുള്ളിക്കാരുടെ പ്രിൻസിനെ ആസ്റ്റയിൽ കാണുന്നുണ്ട്. ആസ്റ്റ പതുക്കെ നടന്ന് കീറയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ, ഇനി പേടിക്കേണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്.